അതിൻ്റെ ആ ഒരു ഔട്ട്ലേഴ്സ് വരുന്ന പോലെയൊക്കെ പോയിൻറ്റ്സ് വരികയെന്നുണ്ടെങ്കിൽ ഇവിടെ 1-2 പോയിൻറ്റ്സ് ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു പോയിൻറ്റ്സിന് ഈ കോർ പോയിൻറ്റിൻ്റെ അത്ര കപ്പാസിറ്റി ഉണ്ടാവില്ല. ഡെൻസിറ്റി ഉണ്ടെങ്കിലല്ലേ ഇതിനെ കോർ പോയിൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 10 പോയിൻറ്റ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു 10 പോയിൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഡെൻസിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിലില്ലാന്ന് ഒരു ഓൺലൈൻ കയറാൻ പറഞ്ഞായിരുന്നു. ശ്രീഹരി സോ അങ്ങനെയുള്ള ഷാളോവർ ഏരിയാസാണ് ബോർഡർ പോയിൻറ്റ്സ് ആയിട്ട് കണക്കാക്കുന്നത്. ഈ പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ലല്ലോ. 10 പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ആകെ 2 പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ ആ പോയിൻറ്റ്സിനെ ഒരു കോർ പോയിൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ പോയിൻറ്റ്സ് നേരെ ബോർഡർ പോയിൻറ്റ്സ് ആയിട്ട് മാറും ഡെൻസിറ്റി ഇല്ലാത്ത ഏരിയസിൽ. ആൻഡ് നോയ്സ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇതിലൊന്നും പെടാത്ത ടൈപ്പ് ഉണ്ടാവില്ലേ, പുറത്ത് നിൽക്കുന്ന ഔട്ട്ലേഴ്സ് ടൈപ്പ്, അതാണ് നോയ്സ് പോയിൻ്റ്. നോട്ട് എ കോർ പോയിൻ്റ് ആൻഡ് നോട്ട് വിത്തിൻ എപ്സിലോൺ ഓഫ് എനി കോർ പോയിൻ്റ് എയ്ത്ത്. നമ്മളിപ്പോൾ ബോക്സ് പ്ലോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. നോർമൽ 25, 50, 75, 100 ആൻഡ് ഇത് 0. സോ ഇതിൻ്റെ താഴത്തേക്ക് വരികയെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വരികയെന്നുണ്ടെങ്കിലും ആ നോർമൽ ഡിസ്ട്രിബ്യൂഷന് താഴത്തേക്കാണ് ഈ ഒരു നോയ്സസ് വരാൻ ചാൻസ്. ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഔട്ട്ലൈസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ റേഞ്ചിൻ്റെ താഴത്തേക്ക് കുറച്ച് പോയിൻറ്റ്സ് വരിക എന്നൊക്കെയാണ്. ഇവിടെയൊക്കെ അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് വരിക എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്ലൈസ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, ബോക്സ് പ്ലോട്ടിങ്ങിൽ അതേപോലെ ഇതൊരു സർക്കിളായിട്ടാണ് എടുക്കണമെങ്കിൽ സർക്കിളായിട്ടാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് സെൻറ്ററിൽ ഇതിൽ എങ്ങനെ വേണമെങ്കിലും ഷേപ്സ് വരാം. ഇവിടെ നിന്നൊരു കോർ പോയിന്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അത്യാവശ്യം ഡെൻസ് ആയിട്ടുള്ള ഏരിയ ആണ് വരിക. ഈ ഒരു ഏരിയ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം ഡെൻസ് ആയിട്ടുള്ള ഏരിയ ആണ്. ആൻഡ് ഇവിടെ നിന്ന് ഈ പോയിന്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇതൊരു സെപ്പറേറ്റ് ക്ലസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതും അത്യാവശ്യം ഡെൻസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷേ ഈ ക്ലസ്റ്റേഴ്സിൻ്റെ പുറത്തേക്ക് വരിക എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 1-2 പോയിൻറ്റ്സ് മാത്രം വരിക എന്നുണ്ടെങ്കിൽ അതിന് കോർ പോയിൻ്റ് ആവാനോ ഇതിനോ പറ്റില്ല. സോ ആ ഒരു ടൈപ്പിൽ ടു ഫാർ ആയിട്ടുള്ള ആ ഒരു ഏരിയാസാണ് നമ്മൾ ഔട്ട്ലേയേഴ്സ് അല്ലെങ്കിൽ നോയ്സ് പോയിൻ്റ് ആയിട്ട് എടുക്കുക. സോ എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേഡിയസിൽ വരുന്നതല്ലേ, ആ ഒരു എപ്സിലോണിൻ്റെ റേഡിയസിൽ ഇത് പെടുന്നുണ്ടാവില്ല. നമ്മൾ ഒരു സർട്ടൻ റേഞ്ചിൽ എപ്സിലോൺ സെറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ആ എപ്സിലോണിൻ്റെ റേഞ്ചിൽ ഇതിന് പ്ലേസിങ് ഉണ്ടാവില്ല. അപ്പോൾ ആ ടൈപ്പിലുള്ള പോയിൻറ്റ്സാണ് നോയ്സ് പോയിൻ്റ് ആയിട്ട് എടുക്കുക. ആൻഡ് ഇതിൽ ചില പോയിൻറ്റ്സ് ഡെൻസിറ്റി ഇല്ലാത്ത ഏരിയാസിൽ വരുന്ന ഒരു പോയിൻറ്റ്സാണ്, ഇവിടെയൊക്കെ ഒരു പോയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ബോർഡർ പോയിൻ്റ്. സ്റ്റിൽ അത് എപ്സിലോണിൻ്റെ ഉള്ളിലാണ്, പക്ഷെ അത് ടു ഡെൻസ്ഡ് അല്ല. ആൻഡ് ഇവിടെ നിന്ന്
ഇത് കോർ പോയിന്റ്. And too far from every crowd, DBScan labels it an outlier and assign it to no cluster at all. സോ ഇത് നമ്മൾ അസൈൻ ചെയ്ത 2 ക്ലസ്റ്ററിലും ഇത് വരുന്നില്ല. സോ അതിൻ്റെ ഒരു ഔട്ട്ലെയർ ആയിട്ട് അത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ അസൈൻ ചെയ്യും. സോ ഇത് സെപ്പറേറ്റ്ലി ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നുള്ളൂ. മറ്റേലെ പോലെ K-മീൻസിലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ റൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് റീജിയൻ കാണിക്കാൻ വെച്ചാട്ടോ. ഇതിൻ്റെ ആക്ച്വൽ ഷേപ്പ് ഇതെങ്ങനെയൊക്കെ വരണേ, ഈ ഒരു ടൈപ്പിൽ തന്നെയാട്ടോ വരണേ. ഇത് കറക്റ്റ് റൗണ്ടൊന്നുമല്ല, എങ്ങനെ വേണമെങ്കിലും വരാം ഇതിലുള്ളത്. മറ്റേതെന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ഈ ഒരു റൗണ്ടഡ് അല്ലെങ്കിൽ ഒരു ബ്ലോബ്ഡ് സ്ട്രക്ചറാണ് വരേണ്ടത് K-മീൻസിൽ. ഇതിന് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ മൂൺ ഷേപ്സോ അങ്ങനെയൊക്കെ വെച്ചാൽ ഇത് റൗണ്ടഡ് അല്ലല്ലോ. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് കിടക്കണുണ്ടോ, ഒരു ഗ്രീന്. ഓക്കെ, അതാണ് നോയ്സി പോയിന്റ്. ആൻഡ് ആ ഒരു ക്ലസ്റ്റർ 1ഉം ക്ലസ്റ്റർ 0യും അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഡെൻസിറ്റി കൂടിയ ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ താഴത്തെ ഏരിയാസൊക്കെ ഇല്ലേ, അവിടെ കുറച്ചുകൂടി ഡെൻസിറ്റി കൂടിയ ഏരിയാസ് ആയിരിക്കും. ആൻഡ് ഇവിടുത്തെ നെയ്ബേഴ്സും ഇതൊക്കെ നോക്കിയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതിൽ നോയ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ പോയിന്റ് മാത്രമില്ലേ, അതായത് ഇത് രണ്ടിലും പെടില്ല. അങ്ങനത്തെ ഫീച്ചേഴ്സ് ആയിരിക്കും ആ ഒരു പോയിന്റാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് അനോമലീസ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ട്രാൻസാക്ഷൻസും ഇതൊക്കെ ഉണ്ടാവില്ലേ, ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും ഡാറ്റ വരുന്നത്. സോ ഇപ്പോൾ ഫിഷിംഗ് ഡാറ്റയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അതിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുമല്ലോ നോയ്സസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലാണ്ട് അവിടെ നിന്നുള്ള ഒരു ഡാറ്റ ഫ്ലോ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഈ DBScanൽ നോയ്സ് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ റേഞ്ചിലല്ലാണ്ട് വരുന്ന പോയിന്റ്സ്, ഇപ്പോൾ ആ ഒരു യെല്ലോ കാണിക്കുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഇപ്പോൾ അനോമലി അങ്ങ് പറയുന്നു. ഇതാണോ അതായത് ഇപ്പോൾ ഡാറ്റ എങ്ങനെ സെൻഡ് ചെയ്യുക അറിയോ? പാക്കറ്റ്സ് ആയിട്ടാണ്. യു മീൻ ഡാറ്റ പാക്കറ്റ്സ്. ഓക്കെ, നമുക്കിപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻകോഡിങ് മെത്തേഡ്സ് ഒക്കെ കേട്ടിട്ടുണ്ടോ? അതല്ല, സോറി, എൻക്രിപ്ഷൻ, എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ. അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇവിടെ നിന്ന് മെസ്സേജ് അയക്കുകയാണ്. ഓക്കെ, ഈ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യും. ഇപ്പോൾ വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. ഇത് എൻക്രിപ്റ്റ് ചെയ്യുകയാണ് ഈ സ്റ്റെപ്പിൽ. ടോട്ടലി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഈ സിംഗിൾ മെസ്സേജിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ പാക്കറ്റ്സ് ആയിട്ടാണ് സെൻഡ് ചെയ്യുക. ഡാറ്റ പാക്കറ്റ്സ് എന്ന് പറയും. ദെൻ ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ഉണ്ടാവും അവിടെ. ഒരു 4 പാക്കറ്റ്സ് ആയിട്ടാണ് അയക്കണമെന്ന് വെക്കുക. 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇതിൻ്റെ കൂടെ ഒരു ഹെഡറും ഉണ്ടാവും, പേലോഡും ഉണ്ടാവും. പേലോഡ് എന്ന് പറയും. അതിൻ്റെ അതായത് പേലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ സെൻഡ് ചെയ്യുന്ന ഡാറ്റയുടെ, നമുക്കിപ്പോൾ മെറ്റാ ഡാറ്റ ഇല്ലേ ഇമേജിനൊക്കെ, അങ്ങനെ എക്സ്ട്രാ ബിറ്റ് ആഡ് ചെയ്തിട്ട് ഈ എൻഡിൽ നെക്സ്റ്റ് എൻ്റെ എവിടെയുള്ള അവരുടെ അടുത്ത യൂസറിൻ്റെ എൻഡിൽ ഇവരുടെ സെർവറിലോട്ട്, ഇത് സെർവറിൽ നടക്കുന്ന പ്രോസസ്സാണ്, സെർവറിൽ നടക്കുന്നതാണ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇവിടെ ഹെഡറും പേലോഡും. ഹെഡർ ഇതിൻ്റെ ഇൻഫർമേഷൻ ലൈക്ക് മെറ്റാഡാറ്റ പോലെ ചെറിയൊരു ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യുന്നതാണ്. ഇതിൽ എന്താണുള്ളത്, അവിടെ എങ്ങനെയാണ് ഡീക്രിപ്റ്റ് ചെയ്യുക എന്നുള്ള ഇതാണ് അതിൽ നോക്കുക. സോ എൻക്രിപ്ഷൻ ഇവിടെ, ഡീക്രിപ്ഷൻ ഇവിടെ. ഇത് റാൻഡംലി ഇങ്ങനെ സെൻഡ് ചെയ്യുമായിരിക്കും. ആൻഡ് ഇവിടെ ഇടയിൽ എന്തെങ്കിലും അറ്റാക്സ് ഉണ്ടെങ്കിൽ മിഡിൽ മാൻ അറ്റാക്ക് എന്ന് പറയും സൈബർ സെക്യൂരിറ്റിയിൽ. അതായത് ഈ ഇവിടെ ഒരു അൽഗോരിതം ഉണ്ടാവും. മേ ബി വാട്സപ്പ് വേറെ ഏതാണോ യൂസ് ചെയ്യുന്നത്, SHA-256 ഏതെങ്കിലും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ ഈ പാക്കറ്റ്സിന് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് അനോമലി ആയിരിക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഈ ഹെഡറും പേലോഡും യൂസ് ചെയ്തിട്ട് നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടും ഇവിടുത്തെ യൂസറിന്. കിട്ടും. പക്ഷേ ഇവിടെ നിന്ന് അയച്ച ഡാറ്റ അല്ല ഇങ്ങോട്ട് പോകുന്നതെങ്കിൽ അത് അനോമലി ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് അയച്ചത് ഹായദേവത്തുനിന്ന്, ഇവിടെ എച്ച് ദേവദത്തുനിന്ന് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഐ മിസ്സായിട്ടുണ്ട് ഇവിടെ എവിടെയോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈ എന്നുള്ളതിന് പകരം ഹായ് എന്ന് വന്നു. സോ someone can access this. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എറർ ഇവിടെ വന്നിരിക്കുന്നത്. നോർമലി ഈ അൽഗോരിതംസ് സെക്യൂർഡ് ആയിരിക്കും, പക്ഷെ ആരെങ്കിലും ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെ വരിക. എക്സ്ട്രാ ബിറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻഫർമേഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെ വരിക. അല്ലാന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ഗ്ലിച്ച് കൊണ്ട് ഇങ്ങനെ വരാം. സോ ആ ഒരു ടൈപ്പിലുള്ള അനോമലീസ് ഡിറ്റക്ട് ചെയ്യാനാണ് ആ ഒരു നെറ്റ്വർക്ക് ട്രാഫിക് അനോമലി എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. നെറ്റ്വർക്ക് ട്രാഫിക് പല രീതിയിലുണ്ട്. ഇപ്പോൾ റേറ്റ് ലിമിറ്റിങ് കിട്ടുന്നു. റേറ്റ് ലിമിറ്റിങ് API കീസൊക്കെ ജെമിനയുടെ API യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ 2.5 Pro API കീസ് 2.5 Proൻ്റെ API കോൾസ് പെർ മിനിറ്റ് 15 കോൾസാണ്. 15 കോൾസ് പെർ മിനിറ്റാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് ലിമിറ്റ് റീച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ആൻഡ് ഈ റേറ്റ് ലിമിറ്റിങ്ങിനും കൂടുതൽ ഇതെന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആരെങ്കിലും യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അവർക്ക് സെക്യൂരിറ്റി ബ്രീച്ച് പോലെ. ഇപ്പോൾ നമുക്ക് മെയിലിലൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ വേറെ ആരെങ്കിലും കയറുമ്പോൾ ഒക്കെ വരില്ലേ, അപ്പം അതേപോലെ അങ്ങനെ. സോ ഈ രീതിയിൽ
ഇവിടെ നിന്നുള്ള ഈ അനോമലീസ് ഇല്ലേ, ഈ അനോമലീസ് ഈ DB സ്കാൻ എന്നുള്ള ആ ഒരു ഇതിന് പ്രോപ്പർലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, നമ്മൾ ആ നോയ്സ് കണ്ടുപിടിച്ച പോലെ. സോ അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നോക്കുകയെന്നുണ്ടെങ്കിൽ അത് അൽഗോരിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. വിസിറ്റ് ആൻഡ് അൺവിസിറ്റഡ് പോയിന്റ്. പിക്ക് എനി പോയിന്റ് ദാറ്റ് ഹാസൻ ബീൻ ലുക്ക്ഡ് അറ്റ് ഇറ്റ് ആൻഡ് ഫൈൻഡ് എവറി അതർ പോയിന്റ് വിത്തിൻ എപ്സിലോൺ ഓഫ് ഇറ്റ്. ഇറ്റ്സ് എപ്സിലോൺ നെയ്ബർ. എപ്സിലോൺ എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ റേഡിയസ്. ആ റേഡിയസിൽ 1 by 1 ആയിട്ട് ആ ഓരോ പോയിൻറ്റ്സും ചെക്ക് ചെയ്യും. ഒരെണ്ണം ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ ചെക്ക് ചെയ്യില്ല. അതിന്ന് ആ ഒരു നെയ്ബർഹുഡിൽ വരുന്ന പോയിൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്യും. ദെൻ ചെക്ക് ദ ഡെൻസിറ്റി ടെസ്റ്റ്. ഡെൻസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ദ നെയ്ബർഹുഡ് ഹാസ് ഫ്യൂവർ ദാൻ മിനിമം പോയിൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിനിമം പോയിൻറ്റ്സ് 10 സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ഡെൻസിറ്റി ഇല്ല എന്നുള്ളത്. മേ ബി ഈക്വൽ ടു 10 ഗ്രേറ്റർ ദാനോ ആണെന്നുണ്ടെങ്കിൽ അത് ഡെൻസിറ്റി കൂടിയ ഏരിയ ആണ്. ആൻഡ് ടെമ്പററിലി മാർക്ക് ഇറ്റ് ആസ് നോയ്സ് ആൻഡ് മൂവ് ടു ദ നെക്സ്റ്റ് അൺവിസിറ്റഡ് പോയിന്റ്. സോ ഇതിൽ 2 സ്മോൾ ആണ് ആ ഒരു റീജിയണിൽ പോയിൻറ്റ്സ് എങ്കിൽ അത് നോയ്സ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആ കൺസെപ്റ്റിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു റീജിയണിൽ ഇവിടെ ക്ലസ്റ്ററിങ് എടുക്കാമെന്ന് വയ്ക്കുക, എപ്സിലോൺ എടുക്കാമെന്ന് വയ്ക്കുക. എപ്സിലോൺ എടുക്കുമ്പോൾ ഈ ഒരു പോയിൻ്റ് മാത്രം ഇതിൻ്റെ ആ ഒരു നെയ്ബർഹുഡ് റേഡിയസിൽ 2-3 വെച്ച് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അടുത്ത ആ ഒരു പോയിൻറ്റ്സ് വരുന്നില്ല. മേ ബി ഇവിടെയൊക്കെയാണ് ഒരു പോയിൻ്റ് വരുന്നത്, ഇത് കുറച്ചുകൂടി അടുത്താണ്, ഇവിടെയൊക്കെയാണ് ഒരു പോയിൻ്റ് വരുന്നത് നിൽക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു റേഡിയസിൽ വേറെ പോയിൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ അത് നോയ്സ് ആയിട്ട് അത് മാർക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ക്ലസ്റ്റർ. ഇഫ് ഇറ്റ് പാസസ് ദ test, this point is a core point. It seeds a brand new cluster and its neighbors are added to that cluster. So our എപ്സിലോണിൻ്റെ റേഞ്ചും മിനിമം പോയിൻറ്റ്സും ആൻഡ് ഈ ഡെൻസിറ്റിയും കൂടി മാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലസ്റ്ററിൽ ഏതൊക്കെ പോയിൻറ്റ്സ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്സിലോൺ ആദ്യം സെറ്റ് ചെയ്യും. എപ്സിലോൺ സെറ്റ് ചെയ്യുമ്പോൾ ഒരു റേഡിയസ്, ഇപ്പോൾ നമ്മൾ നോർമലി റേഡിയസ് സെറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇത്ര മീറ്റർ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ഈ റൂമിൻ്റെ ആ ഒരു സെൻറ്റർ പോയിന്റിൽ ഒരു പോയിന്റ് വെച്ചിട്ട് അതിൻ്റെ ഒരു റേഡിയസ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര മീറ്റർ അങ്ങോട്ട് 6 റേഡിയസ്. ഇപ്പോൾ സർക്കിളിൻ്റെ ഒക്കെ സെറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സർക്കിൾ തന്നെ എടുക്കണം എന്നില്ല, അതിൽ എന്ത് ഷേപ്പ് വേണമെങ്കിലും വരുന്നുണ്ടല്ലോ. സോ ആ ഒരു പോയിന്റിൽ നിന്ന് ഇത്ര റീജിയണിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുക്കുക. സോ അതിലുള്ള പോയിൻറ്റ്സ് നോക്കുകയാണ്. ഈ എപ്സിലോൺ റേഡിയസിൽ അൺവിസിറ്റഡ് ആയിട്ടുള്ള ഓരോ പോയിൻറ്റ്സുമായിട്ട് ചെക്ക് ചെയ്യുകയാണ്. ഫസ്റ്റ് ഒരെണ്ണം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റിലേക്ക് പോകുന്നു. അങ്ങനെ ഓരോ പോയിൻറ്റ്സിനും അതിൻ്റെ നിയർ ബൈ പോയിൻറ്റ്സ് എത്ര ഉണ്ട്. സോ നിയർ ബൈ ഡിസ്റ്റൻസും പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് കഴിഞ്ഞിട്ടാണ് അതിൽ നിയർ ബൈ പോയിൻറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ, തീരെ കുറവാണെന്നുണ്ടെങ്കിൽ ഔട്ട്ലെയേഴ്സ് അല്ലെങ്കിൽ നോയ്സ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളത് ഡെൻസറായിട്ടും സെറ്റ് ചെയ്യുന്നു. ആ ഒരു എപ്സിലോണിൻ്റെ റേഞ്ചിൽ മിനിമം പോയിൻറ്റ്സ് എന്നുള്ള ഒരു ഇതുണ്ട്. മിനിമം പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ രണ്ടാമത്തേൽ. സോ ആ മിനിമം പോയിൻറ്റ്സ് എന്നുള്ളതാണ് ഡെൻസിറ്റി ഉണ്ടോ ഇല്ല എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അത് റീച്ച് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നോയ്സ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഡെൻസർ ഏരിയാസ് ആണ്. ആൻഡ് ഇറ്റ് മൂവ്സ് ടു ദ നെക്സ്റ്റ് അൺവിസിറ്റഡ് പോയിന്റ്. ഇറ്റ് കണ്ടിന്യൂസ്. ഇഫ് ഇറ്റ് പാസസ് ദ ടെസ്റ്റ്, ദിസ് പോയിന്റ് ഈസ് എ കോർ പോയിന്റ്. അതായത് ഡെൻസർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കോർ പോയിന്റ് ആയിട്ട് എടുക്കുന്നു. കാരണം ഡെൻസർ പോയിന്റ്സിൽ മാത്രമാണ് കോർ പോയിന്റ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബോർഡർ പോയിന്റ്, അതും അല്ലാന്നുണ്ടെങ്കിൽ നോയ്സ്, ഔട്ട്ലെയേഴ്സ്, ഇതാണ് കൺസെപ്റ്റ് വരുന്നത്. ആൻഡ് ഇറ്റ് സീഡ്സ് എ ബ്രാൻഡ് ന്യൂ ക്ലസ്റ്റർ ആൻഡ് ഓൾ ഇറ്റ്സ് നെയ്ബേഴ്സ് ആർ ആഡഡ് ടു ദാറ്റ് ക്ലസ്റ്റർ. സോ ഇതിൽ പെടുന്ന അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എപ്സിലോണിൻ്റെ പുറത്ത് പോകുകയെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കുന്നു. അടുത്ത ക്ലസ്റ്ററിൽ എത്ര പോയിൻറ്റ്സ് ഉണ്ടെന്ന് സെയിം രീതിയിൽ ചെക്ക് ചെയ്യുന്നു. ആൻഡ് എക്സ്പാൻഡ് റിക്കർസീവ്ലി ഫോർ ഈച്ച് നെയ്ബർ ആഡഡ്. ചെക്ക് ഇഫ് ഇറ്റ് ഈസ് ഓൾസോ എ കോർ പോയിന്റ്. ഇഫ് സോ, ഇറ്റ്സ് നെയ്ബേഴ്സ് ഗെറ്റ് പുൾഡ് into the cluster goes like a chain reaction until density runs out. So
സോ 1 by 1 ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സെക്കൻഡ് ക്ലസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും, തേർഡ് ക്ലസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. റിപ്പീറ്റ് അൺടിൽ എവറി പോയിന്റ് ഈസ് വിസിറ്റഡ്. സോ ഈ ഒരു പോയിൻറ്റ്സൊക്കെ എപ്സിലോൺ, മിനിമം പോയിൻറ്റ്സ്, ഒരു കോർ പോയിൻറ്റ്സ്, നോയ്സ് പോയിൻറ്റ്സ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഫൈനലി ആ ഒരു ക്ലസ്റ്ററിൻ്റെ ഡീറ്റെയിലിങ് തരുന്നത്. Then move to the next unvisited point and repeat. Any point never claimed by a cluster stays labeled as noise. സോ ഒരു ക്ലസ്റ്ററിലും പെടാത്ത പോയിൻറ്റ്സ് ഉണ്ടാവില്ലേ, അതാണ് നോയ്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. ആൻഡ് നോട്ടീസ് വാട്ട്സ് ആബ്സെൻറ്റ്: നോ സെൻട്രോയിഡ്, നോ റീച്ചിങ്, നോ ഡിസ്റ്റൻസ് ടു സെൻറ്റർ കമ്പാരിസൺ. ദ ക്ലസ്റ്റർ ബൗണ്ടറി ഈസ് സിംപ്ലി വേർ എവർ ദ ചെയിൻ ഓഫ് ഡെൻസ് ഇനഫ് നെയ്ബർ സ്റ്റോപ്സ്. വെച്ചിട്ടുണ്ടെങ്കിൽ KVNസിൽ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇതൊന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ആൻഡ് ലൈക്ക് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ആണത്. ഇപ്പോൾ മറ്റേ ചെയിൻ റിയാക്ഷൻ ഇങ്ങനെ റിപ്പിൾസ് ഉണ്ടാവില്ലേ, അതേപോലെ 1 by 1 ആയിട്ടാണ് ഇതും പോവുക. സോ അതിൽ റിപ്പീറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും ഈ ഒരു സ്റ്റെപ്സ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ എപ്സിലോൺ എന്നുള്ളത് റേഡിയസ് സെറ്റ് ചെയ്യുന്നത്. റേഡിയസ് ഇപ്പോൾ കുറവാണെന്ന് വയ്ക്കുക, 14, 10. മിനിമം പോയിൻറ്റ്സ് സെറ്റ് ചെയ്യണം 10 എന്നുള്ളത്. വർക്കുണ്ടായിരുന്നില്ലേ. ഇതിലൊറ്റ ക്ലസ്റ്ററായിട്ട് ഫോം ചെയ്തേക്കണേ 120 പോയിൻറ്റ്സ് ഒറ്റ ക്ലസ്റ്ററായിട്ട്. ഇതിൽ പുറത്തെ പോയിൻറ്റ്സ് ഇല്ലേ, ഈ ഒരു 3 പോയിന്റ്, ഇവിടുത്തെ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്, അത് നോയ്സ്. ബാക്കിയുള്ള എല്ലാം ഓരോ ക്ലസ്റ്റേഴ്സിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. റാൻഡം, 2 മൂൺസ്, റിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ഷേപ്സിൽ അങ്ങനെ വരുന്നുള്ളൂ. 2 മൂൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പിൽ വരുന്നതാണ് 2 മൂൺസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ SQL ഡോട്ട് ഡാറ്റ സെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാവും. സോ ഇതിൻ്റെ ഒരു സ്പെസിഫിക് ഡാറ്റ സെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബോർഡർ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിൽ ഡെൻസിറ്റി കുറവല്ലേ, ആ ഒരു ടൈപ്പാണ് ബോർഡർ പോയിൻറ്റ്സ് എന്ന് വരിക. മെയിനായിട്ട് ആ ഒരു കോർ പോയിന്റ്, അതായത് അവിടെ ഡെൻസിറ്റി കുറവല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് സെൻട്രൽ പോയിന്റ് ആയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് എത്ര പോയിന്റ് കിട്ടും? 2 or 3 കിട്ടും. ഒരു റേഡിയസ് ഇത്രയാണ് എടുക്കണമെങ്കിൽ ഇത്രയാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 2 or 3 പോയിന്റ് മാക്സിമം കിട്ടും. നമ്മുടെ ആ ഒരു മിനിമം പോയിൻറ്റ്സിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ബോർഡർ പോയിൻറ്റ്സ് എന്നുള്ള കോൺസെപ്റ്റിൽ എടുക്കുന്നത്. പക്ഷേ അത് ഇതിൽ മെയിനായിട്ട് വരുന്നത് ആ ഒരു നോയ്സും എന്താ പറയുക കോർ പോയിൻറ്റ്സ് മാത്രമാണ്. കാരണം കോർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് പോയിൻറ്റ്സ് അതിൻ്റെ വരുന്നുണ്ട്. സോ മിനിമം പോയിൻറ്റ്സ് 10 സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ റേഡിയസിൽ മീറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ പോയിൻറ്റ്സാണ് കോർ പോയിൻറ്റ്സ് ആയിട്ട് എടുക്കുക. ആൻഡ് ഈ ക്ലസ്റ്റേഴ്സിന് ഈ കോർ പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എപ്സിലോൺ റേഡിയസിൽ അത് വരണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്സിൽ അത് വരും. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ്, മിനിമം പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എപ്സിലോണിൻ്റെ ഉള്ളിൽ എത്ര പോയിൻറ്റ്സ് വരണം എന്നുള്ളത്. ദെൻ അതിൻ്റെ കൂടെ ആ ഒരു നെയ്ബറിങ് 1 by 1 ചെക്ക് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അതിൽ പെടാത്ത പോയിൻറ്റ്സിനെ ഈ പോയിൻറ്റ്സൊക്കെ ഇതിൽ റൺ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പോയിൻറ്റ്സ് നോയ്സാണ്. ക്ലസ്റ്ററിൻ്റെ പുറത്തേക്ക് വരുന്ന ആ ഒരു പോയിൻറ്റ്സ്. ഇപ്പോൾ ഇതിൽ റേഡിയസ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നില്ലേ, ഈ ഒരു പോയിൻറ്റിൻ്റെ റേഡിയസസ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇനി DB സ്കാനും KVNസും ചെക്ക് ചെയ്യാണ്. റൺ ബോത്ത് ഓൺ ദി 2 മൂൺസ് ഷേപ്പ് ഫ്രം ദി സിമുലേറ്റർ അബവ് ആൻഡ് ദ ഡിഫറൻസ് ഈസ് KVN സ്ലൈസസ് ദ 2 ക്രസൻസ് ഇൻ ഹാഫ് വിത്ത് സ്ട്രെയിറ്റ് ബൗണ്ടറീസ്. നമ്മൾ എന്താ പറയുക, KVNസിൽ ഒരു സ്ട്രിക്റ്റ് ബൗണ്ടറി സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്.
സർക്കുലർ ഷേപ്പ് അല്ലെങ്കിൽ ഒരു റൗണ്ടർ ഷേപ്പ് അതായിരിക്കും. സോ അതിൽ നോയ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഇല്ല, നോയ്സസ് ഇല്ല, ജസ്റ്റ് അതിനെ ഫിറ്റ് ഇൻ ചെയ്യണം അത്രേ ഉള്ളൂ കെ മീൻസ് എന്നുള്ളതിൽ. സോ ക്ലസ്റ്റർ ഷേപ്പ് വരുന്നത് കെ മീൻസ് കോൺവെക്സ് ഓർ റൗണ്ട് ഓൺലി ആണ് വരുന്നത്. ആൻഡ് ഡി ബി സ്കാനിൽ വരുമ്പോൾ എനി ആർബിട്രറി ഷേപ്പ് ലൈക്ക് ഈ 2 മൂൺസ് അല്ലെങ്കിൽ റൗണ്ട് എന്ത് വേണമെങ്കിലും വരാം ഇതിൽ ഷേപ്സ്. നോയ്സും ആഡ് ചെയ്യാം. ദെൻ ആഡ് ചെയ്യാന്നല്ല, നോയ്സ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യും. ആൻഡ് നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് മസ്റ്റ് സ്പെസിഫൈ കെ അപ്പ് ഫ്രണ്ട്. സോ കെ വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കെ മീൻസ് വർക്ക് ചെയ്യുന്നത്. അതായത് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 5 ക്ലസ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ക്ലസ്റ്റേഴ്സ് മാത്രമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ നോയ്സസ് ഡി ബി സ്കാനിൽ വരുമ്പോൾ നോയ്സസ് സെപ്പറേറ്റ് വരുന്നതുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അവിടെ. ഇപ്പോൾ ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൽ നോയ്സസ് സെപ്പറേറ്റ്ലി കാണിക്കുന്നുണ്ടല്ലോ ഹൈലൈറ്റ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ വരാം. മറ്റേൽ അത് സ്ട്രിക്റ്റ്ലി എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് മാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് ക്ലസ്റ്റേഴ്സ് ഡി ബി സ്കാനിൽ ഡിസ്കവേർഡ് ഓട്ടോമാറ്റിക്കലി. ആൻഡ് ഔട്ട്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഡ് ഇൻ ടു നിയറസ്റ്റ് ക്ലസ്റ്റർ. സോ അതിൻ്റെ ഔട്ട്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കൂടി ആ നിയറസ്റ്റ് ക്ലസ്റ്റേഴ്സിലേക്ക് കെ മീൻസ് അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡി ബി സ്കാനിൽ വരുമ്പോൾ എക്സ്പ്ലിസിറ്റ്ലി ലേബിൾഡ് ആസ് നോയ്സ് ആയിട്ട് തന്നെയാണ് ആ ഒരു പോയിൻറ്റ്സിനെ എടുക്കുന്നത്. ആൻഡ് ക്ലസ്റ്റർ സൈസസ് പ്രിഫേഴ്സ് സിമിലർ സൈസ്ഡ് ക്ലസ്റ്റേഴ്സ്. ഏകദേശം സിമിലർ, എക്സാക്ട്ലി സിമിലർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും സിമിലർ ക്ലസ്റ്റേഴ്സാണ് പ്രിഫർ ചെയ്യുന്നത്. ഹാൻഡിൽസ് വെരി ഡിഫറെൻറ്റ് സൈസ്. ഡി ബി സ്കാനിൽ വരുമ്പോൾ ഡിഫറെൻറ്റ് സൈസസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. സെൻസിറ്റീവ് ടു ഇനീഷ്യൽ സെൻട്രോയിഡ്സ്. ആദ്യം സെറ്റ് ചെയ്യുന്ന ഒരു സെൻട്രോയിഡ്സിന് അനുസരിച്ചിട്ടാണ് അത് മൂവ് ചെയ്യിപ്പിക്കുന്നതും. അതിന് എത്ര പോയിൻറ്റ്സ് എന്നുള്ള എടുത്തിട്ട് ഡിസ്റ്റൻസൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് ഫൈനൽ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. സെൻസിറ്റീവ് ടു എപ്സിലോൺ ആൻഡ് മിനിമം പോയിൻറ്റ്സ് ചോയ്സ്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസിനും മിനിമം പോയിൻറ്റ്സ് എത്ര എടുക്കണം എന്നുള്ളതിനും അനുസരിച്ചിട്ടാണ് ഡി ബി സ്കാൻ വർക്ക് ചെയ്യുന്നത്. ആൻഡ് വേരിയിങ് ഡെൻസിറ്റി നോട്ട് എ ഫാക്ടർ. ഇതിൽ കെ മീൻസിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. പോയിൻറ്റ്സിൻ്റെ ഇത്ര പോയിൻറ്റ്സ് ഇൻക്ലൂഡഡ് ആവണം, സിമിലർ നമ്പർ ഓഫ് പോയിൻറ്റ്സ് വരണം എന്നുണ്ട്. പക്ഷെ ആ ഒരു ഡെൻസിറ്റി എന്നുള്ളത് ഡി ബി സ്കാനിൽ വരുമ്പോൾ സ്ട്രഗിൾസ് വെൻ ക്ലസ്റ്റേഴ്സ് ആർ വെരി ഡിഫറെൻറ്റ് ഡെൻസിറ്റീസ്. ഇതിൽ ഒരു ഹയർ ഡെൻസിറ്റി ആൻഡ് ലോവർ ഡെൻസിറ്റി വരിക എന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽ സ്ട്രഗിൾ ചെയ്യും. സ്പീഡ് ഓൺ ലാർജ് ഡാറ്റ. കെ മീൻസ് എന്ന് പറയുമ്പോൾ വെരി ഫാസ്റ്റാണ്, സ്കെയിൽസ് വെൽ. സ്ലോവർ വിത്തൗട്ട് സ്പേഷ്യൽ ഇൻഡെക്സിങ് ഡി ബി സ്കാനിൽ. എക്സാമ്പിൾ കെ ഡി ട്രീ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ കെ മീൻസിൽ തന്നെ കെ മീൻസ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലൊക്കെ യൂസ് ചെയ്തായിരുന്നു. എൻ്റെ അതിൽ കെ മീൻസിൻ്റെ വേരിയേഷൻസും വരുന്നുണ്ട്. അതേപോലെ ഇവിടെയും ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് എച്ച് ഡി ബി സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, ക്ലസ്റ്ററിങ്ങിന് യൂസ് ചെയ്യുന്നത്. ആൻഡ് കമ്പാരിറ്റീവ്ലി കെ മീൻസ് ആണ് ഫാസ്റ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഇവിടെ ആ ഒരു പോയിൻറ്റ്സും ഇതൊക്കെ എഫക്റ്റീവായിട്ട്, നോയ്സും ഇതൊക്കെ എഫക്റ്റീവായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി കെ മീൻസ് ആണ് ഫാസ്റ്റ്. ഓക്കെ, അതിന് എവിടെയൊക്കെയാണ് ഈ ഒരു ഇത് റിയൽ വേൾഡിൽ ബെറ്ററായിട്ട് യൂസ് ചെയ്യണമെന്നുള്ളത്. വേർ ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിങ് ഷൈൻസ്. അനോമലി ഡിറ്റക്ഷൻ, ഫ്രോഡ് ഡിറ്റക്ഷൻ, നെറ്റ്വർക്ക് ഇൻട്രൂഷൻ. ഇപ്പോൾ നേരത്തെ കാണിച്ചിരുന്ന ഒരു അനോമലി ഡിറ്റക്ഷനൊക്കെ ഇല്ലേ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ, അതിൻ്റെ ഇതിലൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് സെൻസർ ഫോൾസ്. എനിത്തിങ് ഫ്ലാഗ്ഡ് ആസ് നോയ്സ് ബൈ ഡി ബി സ്കാൻ ഈസ് നാച്ചുറലി ആൻ ഔട്ട്ലെയർ കാൻഡിഡേറ്റ്. ഇത് നോയ്സ് ഔട്ട്ലെയേഴ്സ് ആയിട്ട് വരുന്ന ഏത് ടൈപ്പ് ഡാറ്റയിലും ഏത് സെക്ടറിലായാലും ബെറ്ററായിട്ട് ഫൈൻഡ് ചെയ്യാനുണ്ടാവും, പ്രോപ്പറായിട്ട് ഫൈൻഡിങ്സ് കിട്ടും. ദെൻ ജിയോസ്പേഷ്യൽ അനാലിസിസ്. ഗ്രൂപ്പിംഗ് GPS pings into meaningful places. People actually stopped at ignoring stray signal drift. നമുക്ക് മറ്റേ ഈ നാസയൊക്കെ സിഗ്നൽസ് റീഡ് ചെയ്യുന്നറിയും. അതായത് നമ്മുടെ അടുത്ത് വേറെ ഏതെങ്കിലും എക്സ്ട്രാ ടെറിട്ടറിയൽ ബീയിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. ആ ഒരു കേസിലൊക്കെ അങ്ങനത്തെ ഹെവി ആയിട്ടുള്ള ഡാറ്റാസിനൊക്കെ ഇത് 2 രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന് ഈ നോയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, പിന്നൊന്ന് സെയിം ടൈപ്പിലുള്ള ഗ്രൂപ്പിങ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ
ഈ ഒരു ജിയോ സ്പേഷ്യൽ അനാലിസിസ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ടൈപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒക്കെ അനലൈസ് ചെയ്യാനാണ് വരുന്നത്. അതിൽ സിഗ്നൽസ് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുക. ലൈക്ക് ഫ്രീക്വൻസീസ് അനലൈസ് ചെയ്തിട്ട് അതിനെ വേർഡ്സോ അങ്ങനെ ക്യാരക്ടേഴ്സൊക്കെ മാറ്റിയിട്ട് അത് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക. സോ അതിൻ്റെ ഒരു ഗ്രൂപ്പിങ്സിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാണ് ചെയ്യുക. ദെൻ ഇമേജ് സെഗ്മെൻറ്റേഷൻ, സെപ്പറേറ്റിംഗ് റീജിയൻസ് ഓഫ് ആൻ ഇമേജ് ബൈ പിക്സൽ ഡെൻസിറ്റി പാറ്റേൺസ് വിത്തൗട്ട് നീഡിങ് ടു നോ ദ ഒബ്ജക്റ്റ് കൗണ്ട് ഇൻ ഔട്ട് ടു ആൻസർ. അത് പിക്സൽ ഡെൻസിറ്റി ബേസ്ഡ് എന്ന് പറയുമ്പോൾ അതിൽ ഡെൻസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഐൻ്റെ റീജിയണിൽ ഇപ്പോൾ ഒരു പിക്ചറാണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ ഐൻ്റെ റീജിയണിൽ ഇവിടെ കമ്പാരിറ്റീവ്ലി നമുക്കൊരു ഡാർക്കർ ഷെയ്ഡായിരിക്കും. ഈ പ്യൂപ്പിളും ഇതൊക്കെ ഇല്ലേ, അതിൻ്റെ റീജിയണിൽ ഡാർക്കർ ഷെയ്ഡായിരിക്കും. ആൻഡ് ഇവിടെ ബാക്കിയുള്ള റീജിയൻസിനെ അനുസരിച്ചിട്ട് ലൈറ്റർ ഷെയ്ഡായിരിക്കും വരുന്നത് നോസിൻ്റെ രണ്ട് സൈഡിൽ. സോ അങ്ങനെയുള്ള പാറ്റേൺസ് ഫേസിലാണെന്ന് ഫേസ് ഡിറ്റക്ഷൻ ആണെന്നുണ്ടെങ്കിലും കുറേ ഉണ്ടാവും. ഇപ്പോൾ ഐബ്രോസിൻ്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഡാർക്കറാണ് വരുന്നത്. ആൻഡ് ഫോർവേഡിൻ്റെ ഈ ഒരു സൈഡിൽ കുറച്ചുകൂടി ലൈറ്ററായിരിക്കും വരുന്നത്, ചീക്സിൻ്റെ അവിടെയൊക്കെ ലൈറ്ററായിട്ടാണ് വരുന്നത്. സോ ആ ഒരു രീതിയിൽ അതിനെ ലേൺ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമേജ് സെഗ്മെൻറ്റേഷന് അങ്ങനെ ബെറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ അസ്ട്രോണമി, ഐഡൻറ്റിഫൈങ് ഗാലക്സി ക്ലസ്റ്റേഴ്സ് ആൻഡ് സ്റ്റാർ ഗ്രൂപ്പിംഗ്സ് ഫ്രം സ്കൈ സർവേ ഡാറ്റ ഓർ ഷേപ്സ് ആർ റെയർലി റൗണ്ട്. അപ്പോൾ ഗാലക്സീസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മിൽക്കി വേ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്പൈറൽ ഷേപ്പാണ്. നമ്മുടെ പ്ലാനറ്റ്സ് റൗണ്ടഡ് ആണ്, പക്ഷേ അതിൻ്റെ ഒരു ലാർജർ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു 2 മോൺസിൻ്റെ സ്ട്രക്ചർ, 2 മോൺസ് എന്ന് പറഞ്ഞാൽ 2 വരുന്നുള്ളൂ. സോ അത് ഗാലക്സീസൊക്കെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൈറൽ ഷേപ്പാണ് വരുന്നത്. സോ ആ ഒരു ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഒരു ഇമേജ് സെഗ്മെൻറ്റേഷനൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, സ്ട്രെങ്ത് നോ നീഡ് ടു സ്പെസിഫൈ ദ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് എഹെഡ് ഓഫ് ടൈം. നേരത്തെ തന്നെ ആ ഒരു ക്ലസ്റ്റേഴ്സ് ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. എൽബോ മെത്തേഡ് അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് കെ-മീൻസിൽ ചെയ്യുന്ന പോലെ. ആൻഡ് ഇറ്റ് ഫൈൻഡ്സ് ക്ലസ്റ്റേഴ്സ് ഓഫ് ആർബിട്രറി നോൺ കോൺവെക്സ് ഷേപ്സ്. അങ്ങനെ സ്ട്രിക്ട്ലി ക്ലസ്റ്റേഴ്സ് റൗണ്ടഡ് ആവണമെന്നോ ബ്ലോക്ക്ഡ് ആവണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. ആൻഡ് നാച്ചുറലി ഐഡൻറ്റിഫൈസ് ആൻഡ് ഐസൊലേറ്റ് ഔട്ട്ലൈൻസ്. നോയിസ് ഡാറ്റ ഓട്ടോമാറ്റിക്കലി അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് റോബസ്റ്റ് ടു ദ ഷേപ്പ് അസംഷൻസ് ദാറ്റ് ബ്രേക്ക് കെ-മീൻസ്. അപ്പോൾ നോയിസസ് കെ-മീൻസിൽ വരുമ്പോൾ അതിനെ സ്ട്രിക്ട്ലി അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതാണ് നിയറസ്റ്റ് ക്ലസ്റ്ററിൽ. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒന്നുമില്ല. നോയ്സ് ആണെന്നുണ്ടെങ്കിൽ നോയ്സ് ആയിട്ട് തന്നെ നിർത്തും. ഓൺലി 2 പാരാമീറ്റേഴ്സ് ടു 2, ഒന്ന് ആ ഒരു എപ്സിലോണും പിന്നെ മിനിമം പോയിൻറ്റ്സും. ആൻഡ് വീക്ക്നെസ്സസ് എന്ന് പറയുമ്പോൾ സ്ട്രഗിൾസ് വെൻ ക്ലസ്റ്റേഴ്സ് ഹാവ് വെരി ഡിഫറെൻറ്റ് ഡെൻസിറ്റീസ്. ഡിഫറെൻറ്റ് ഡെൻസിറ്റീസ് വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ചൂസിങ് ഗുഡ് എപ്സിലോൺ ആൻഡ് മിനിമം വാല്യൂസ് ക്യാൻ ബി ട്രിക്കി. ഈ പറയുന്ന പാരാമീറ്റേഴ്സാണ് പറയുന്നത്. ആൻഡ് പെർഫോമൻസ് ഡീഗ്രേഡ്സ് ഇൻ വെരി ഹൈ ഡയമെൻഷണൽ സ്പേസസ്. ഒരുപാട് ഹൈ ഡയമെൻഷണൽ സ്പേസിൽ, അതായത് ഇമേജ് വീഡിയോ ആ ഒരു സ്ട്രക്ചറിൽ കുറച്ച് അക്യുറേറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ബോർഡർ പോയിൻറ്റ്സ് ടച്ചിങ് 2 ക്ലസ്റ്റേഴ്സ് റിസോൾവ് ആർബിട്രറി ബൈ സ്കാൻ ഓർഡർ. ഇപ്പോൾ നമുക്ക് ഓവർലാപ്പിംഗ് പോയിൻറ്റ്സ് വരുന്നില്ലേ, അപ്പോൾ നിയർ ബൈ പോയിൻറ്റ്സ് ആയിട്ട് വരുമ്പോൾ ഓവർലാപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്ലസ്റ്ററിൻ്റെ എൻഡിങ് ആണ്, ആൻഡ് ഇവിടെ ഒരു ക്ലസ്റ്ററിൻ്റെ എൻഡിങ് ആണ്. സോ ഇതിൽ ക്ലസ്റ്റർ വരച്ച് വരുമ്പോൾ രണ്ടിലും ഓവർലാപ്പിംഗ് ആവും. സോ ഇത് ഓൾമോസ്റ്റ് കൺഫ്യൂസിങ് പോലെ ആയിരിക്കും ക്ലസ്റ്റേഴ്സിന്. ബോർഡർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ അധികം ഡെൻസിറ്റി ഇല്ലല്ലോ. ഈ ഒരു ഏരിയാസിൽ അതിന് ഡെൻസിറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ എൻഡിങ്ങിലല്ലേ കിടക്കുന്നത്, അപ്പോൾ ഡെൻസിറ്റി കുറവായിരിക്കും. ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആണ് ആ ഒരു ക്ലസ്റ്റേഴ്സിന് ഉണ്ടാവുക. ആൻഡ് നെയ്വ് വേർഷൻ ഈസ് ലോവർ ദാൻ കെ-മീൻസ് അറ്റ് സ്കെയിൽ വിത്തൗട്ട് ഇൻഡെക്സിങ്. നെയ്വ് വേസിൽ നമ്മൾ ഒരു ഡിസ്റ്റൻസിങ് ഒക്കെ മെഷർ ചെയ്യുന്നില്ലേ, യൂക്ലീഡിയനും മാൻഹാട്ടനും. സോ അത് കെ-മീൻസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സ്ലോവറാണ്. അത്രയുമാണ് DB സ്കാനിൻ്റെ ഒരു എനി ഡൗട്ട്സ്?
ഈ സംഭവങ്ങൾ ഈ പാരാമീറ്റേഴ്സ് ട്യൂണിങ്ങിൽ എപ്സിലോണും മിനിമം പോയിൻസും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ ഒരു കോറ്, ബോർഡർ, നോയ്സ് 5 പിന്നെ ഓട്ടോ കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലസ്റ്റർ കൗണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണ്ട, കെ മീൻസ് പോലെ. ആൻഡ് അത് ഓട്ടോമാറ്റിക്കലി അത് ഫൈൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഓട്ടോ കെ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ആൻഡ് എനി ഷേപ്പ്, ഏത് ഷേപ്പിൽ വേണമെങ്കിലും വർക്ക് ചെയ്യും. 2 മൂൺസ് അല്ലെങ്കിൽ അങ്ങനെ സ്ട്രിക്ട്ലി ഒരു റിജിഡ് ആയിട്ടുള്ള കട്ടിങ് അവിടെ വരുന്നില്ല. ആൻഡ് നോൺ കോൺവെക്സ് ഈസ് ഫൈൻ. ഫൈൻഡിങ് cluster is just a region where points are packed closely enough together, grow outward from every dense point, chain neighbor to neighbor, and leave the sparse leftovers as nodes. ഇതിൽ കെ മീൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഒരു നോയ്സിൻ്റെ കാര്യം, പിന്നെ ഈ ഒരു നമ്പർ ഓഫ് പോയിൻറ്റ്സ്, ഡെൻസിറ്റി. നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുമ്പോഴേ ഇങ്ങനത്തെ ഓരോ സെഗ്മെൻറ്റിലുള്ള ഡാറ്റാസ് എടുത്ത് ചെയ്യാൻ നോക്കുക കേട്ടോ. ലൈക്ക് ഇതിപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ അതാണ്. ഇപ്പോൾ ഫിനാൻസ് ആണ് ഫോക്കസ് ചെയ്യുന്ന, റോൾ ഏതാണോ ഫോക്കസ് ചെയ്യുന്നത് അതും, പിന്നെ ഏത് സെക്ടറാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഡാറ്റാസ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസ് സെക്ടറാണ് കംഫർട്ടബിൾ എങ്കിൽ അങ്ങനത്തെ പ്രോജക്ട്സ് ഫോക്കസ് ചെയ്യാം. അതിൻ്റെ എല്ലാത്തൊന്നും ഓരോന്നും ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫൈനാൻസ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ്സ്, ഫിനാൻസ് അനോമലീസ്, അങ്ങനത്തെ സംഭവങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡാണ് നോക്കുന്നതെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് അങ്ങനെ ചെയ്ത് വെക്കുക. പിന്നെ എൻ്റർടൈൻമെൻറ്റ് അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്ത് വെക്കുക. അല്ല നിങ്ങൾ ടോട്ടലി ഏത് കമ്പനി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ചെയ്ത് നോക്കുക. ഓക്കെ, ആൻഡ് റെലവൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് ടോപ്പിക്സ് സെർച്ച് ചെയ്യുക. കാരണം നമ്മൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു ഡാറ്റ സെറ്റ്സ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ട് പോകുന്നതെങ്കിൽ അവിടെ എടുക്കാൻ ചാൻസ് കുറവാണ്. പ്രോജക്റ്റ് നല്ലതെന്ന് ഉണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ്. ഇപ്പോൾ അൽഗോരിതംസ് ഒരെണ്ണം കൂടിയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ ഒരു ഹയറാർക്കിക്കൽ, ഇതിൻ്റെ തന്നെ ഒരു വേരിയേഷനും കൂടി ഉണ്ട്, HTB സ്കാൻ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് ഡിഫറൻസ് ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഇതിലുണ്ടാവും അവർ അപ്ലോഡ് ചെയ്തതിൽ HTB സ്കാൻ. ഈ ഒരു ടൈപ്പിലായിരിക്കും വരുന്നത്. ഓക്കെ, കുറച്ചുകൂടി ഒരു മെസ്സി ഡാറ്റ ആയിരിക്കും അത് തരുന്നത്. സോഫ്റ്റ് ക്ലസ്റ്ററിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട് അതിൽ. ഇതിലും ഹയറാർക്കിക്കലി യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു HTB സ്കാൻ എന്നുള്ളതിൽ. ഇതാണ് ആക്ച്വലി ഒരു ഹയറാർക്കിയുടെ ഇത് വരുന്നത്. ഇത് കുറച്ചുകൂടി ഡെൻസ് ആയിട്ടുള്ളൊരു ഡാറ്റയാണ്, അതുകൊണ്ടാണ് ഇത്രയും ഹയറാർക്കി വരുന്നത്. ഇത് ഫ്രോഡ് ട്രാൻസാക്ഷൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതിൽ. HTB സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. സോ DB സ്കാനിൻ്റെ അതിൽ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ
അനോമലി ഡിറ്റക്ഷൻ ഇല്ലേ, സെഗ്മെൻറ്റേഷൻ ഇല്ലേ, അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ ചെയ്തില്ലേ, അതേപോലെ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ആ ഒരു സെഗ്മെൻറ്റേഷനാണ് ചെയ്യുന്നത്. കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ യൂസിങ് DB സ്കാൻ ക്ലസ്റ്ററിങ്, a density based machine learning approach. ബിസിനസ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a bank wants to understand the spending behavior of its credit card customers. Instead of manually grouping customers, the bank wants to discover natural customer segments and identify unusual customers. Outliers, ആ ഒരു നോയ്സ് നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെയുള്ള കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നാച്ചുറൽ സെഗ്മെൻറ്റ്സ് ഫൈൻഡ് ചെയ്യുക. എന്നാലും ആ ഒരു കണ്ടീഷൻസ് പറഞ്ഞില്ലേ, 0, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ക്ലസ്റ്റേഴ്സ് ഇടുമ്പോൾ ഓരോ ക്ലസ്റ്റേഴ്സും ഓരോ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഇതിന്ന് സെഗ്മെൻറ്റ്സും എടുക്കണം. മറ്റേൽ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും പാസ് ചെയ്യുന്നത്, കാരണം ആ ഒരു ഷേപ്പിൻ്റെ ഇതിനനുസരിച്ച് മാത്രമേ വരാൻ പറ്റുള്ളൂ. ആൻഡ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് ഡെൻസിറ്റി, ആ ഒരു റേഡിയസ്, മിനിമം പോയിൻറ്റ്സ്, അതൊക്കെയാണ്. ആൻഡ് സിൻസ് for personalized marketing and for fraud monitoring, since there are no predefined labels, we will use DB scan. അവിടെ നോയ്സും കൂടി വരുന്നതുകൊണ്ടാണ് DB സ്കാൻ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മറ്റേ നോയ്സ് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു നിയറസ്റ്റ് ക്ലസ്റ്ററിലേക്ക് അത് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് ഇവർക്ക് ഈ ഒരു ഔട്ട്ലേഴ്സ് ഫൈൻഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് DB സ്കാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം that groups customers based on density and automatically detects noise points. കുറച്ചുകൂടി ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ DB സ്കാനോ ഏതെങ്കിലും യൂസ് ചെയ്യാം. ആൻഡ് ഡാറ്റാ സെറ്റ്, ക്രെഡിറ്റ് കാർഡ് ഡാറ്റാ സെറ്റ് ഫോർ ക്ലസ്റ്ററിങ് കാഗിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റേ ആഡ് ചെയ്ത് തരാം. എൻ്റെ ഫീച്ചർ ഡിസ്ക്രിപ്ഷൻസ് ആണ് ബാലൻസ്, അക്കൗണ്ട് ബാലൻസ്, ബാലൻസ് ഫ്രീക്വൻസി. വായിച്ചു നോക്കിയാൽ മതി. ഇതിൽ ഔട്ട്കം ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനില്ല. നമ്മൾ ഇന്നലെ ചെയ്ത പോലെ ഒരു ക്ലസ്റ്ററിങ് ആക്കണം, പ്ലസ് അതിൻ്റെ കൂടെ ഔട്ട്ലേഴ്സ് അല്ലെങ്കിൽ നോയ്സ് കൂടി ഫൈൻഡ് ചെയ്യണം. അതാണ് ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ്റെ ഒരു ഡാറ്റാ സെറ്റിൻ്റെ ഗോൾ. സോ ടാർഗറ്റിന് റണ്ണാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. And clustering is an unsupervised machine learning technique that groups similar data points together without using predefined labels. Unlike classification, clustering discovers hidden structures and relationships within the data. And ഇതിനൊക്കെയാണ് ഈ ഒരു സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ക്ലസ്റ്ററിങ്, സെഗ്മെൻറ്റേഷൻ അല്ല ക്ലസ്റ്ററിങ് യൂസ് ചെയ്യാനാണെന്നുള്ളത്. കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ, ഫ്രോഡ് ഡിറ്റക്ഷൻ, മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ്, മെഡിക്കൽ റിസർച്ച്, ഇമേജ് സെഗ്മെൻറ്റേഷൻ, റെക്കമെൻഡേഷൻ സിസ്റ്റംസ്, നെറ്റ്വർക്ക് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ. നെറ്റ്ഫ്ലിക്സിൽ അതിലൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ഇ-കൊമേഴ്സ് സൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് ഇൻട്രൂഷൻ എന്ന് പറയുമ്പോൾ സൈബർ സെക്യൂരിറ്റിയുടെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇമേജ് സെഗ്മെൻറ്റേഷൻ നേരത്തെ പറഞ്ഞത്, അതിൻ്റെ ഫേസ് ഡിറ്റക്ഷനും ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ മെഡിക്കൽ റിസർച്ചിന് ആൻഡ് പ്രോട്ടീൻ ബിൽഡിങ്ങിനൊക്കെ. പ്രോട്ടീൻ ബിൽഡിങ് കുറച്ചുകൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്, അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ്. ഫ്രോഡ് ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ അനോമലീസ് ചെക്ക് ചെയ്തിട്ട് ഔട്ട്ലേഴ്സൊക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ ഓൾറെഡി പറഞ്ഞു. മാർക്കറ്റ് ബാസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇ-കൊമേഴ്സിൻ്റെ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് DB സ്കാൻ? DB സ്കാൻ സ്റ്റാൻഡ്സ് ഫോർ ഡെൻസിറ്റി ബേസ്ഡ് സ്പേഷ്യൽ ക്ലസ്റ്ററിംഗ് ഫോർ ആപ്ലിക്കേഷൻസ് വിത്ത് നോയ്സ്. Instead of assuming a fixed number of clusters like K-means, DB scan identifies clusters based on the density of data points. So ഇതിൽ ജസ്റ്റ് ക്ലസ്റ്റേഴ്സ് അസ്യൂം ചെയ്യുകയല്ല ചെയ്യുന്നത്, ഒരു ഡാറ്റ പോയിൻറ്റ്സ് ഡെൻസിറ്റി വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട്സ് ഔട്ട്ലെയേഴ്സ്
or noise, making it ideal for real-world datasets with irregular cluster shapes and anomalies. ഇതിൽ ഇ പി എസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. എപ്സിലോൺ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ, അതാണ് ഇ പി എസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എ പോയിന്റ് ദാറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് മിനിമം സാമ്പിൾസ് നെയ്ബേഴ്സ് വിത്തിൻ എ റേഡിയസ്. ആ റേഡിയസ് ആണ് എപ്സിലോൺ അല്ലെങ്കിൽ ഇ പി എസ് എന്ന് പറയുന്നത്. ബോർഡർ പോയിന്റ്, എ പോയിന്റ് ദാറ്റ് ഹാസ് ഫ്യൂവർ ദാൻ മിനിമം സാമ്പിൾസ് നെയ്ബേഴ്സ് ബട്ട് ലൈസ് വിത്തിൻ ദ നെയ്ബർഹുഡ് ഓഫ് എ കോർ പോയിന്റ്. ഈ ഒരു ക്ലസ്റ്ററിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ആയിരിക്കും, പക്ഷേ ഇനഫ് പോയിൻറ്റ്സ് അതിന് ഡെൻസിറ്റി കൂടുതൽ വരാനുള്ള പോയിൻറ്റ്സ് ഉണ്ടാവില്ല. ആ ടൈപ്പാണ് ബോർഡർ പോയിൻറ്റ്സ്. ആ നോയ്സ് പോയിൻറ്റ് ഈ ക്ലസ്റ്ററിൽ പെടാത്ത പോയിൻറ്റ്സ് ആണ്. എ പോയിന്റ് ദാറ്റ് ഈസ് നെയ്തർ എ കോർ പോയിന്റ് നോർ റീച്ചബിൾ ഫ്രം എനി കോർ പോയിന്റ്. ദീസ് ആർ ലേബിൾഡ് as -1 by dB scan. And advantages of dB scan: no need to specify the number of clusters in advance. Can discover clusters of arbitrary shapes. ഏത് ഷേപ്പിലുള്ള ഇത് വേണമെങ്കിലും ഫൈൻഡ് ചെയ്യാൻ പറ്റും. And automatically identifies outliers. Performs well on spatial and density based dataset, robust to noise. So noise ഉണ്ടെന്നുണ്ടെങ്കിലും അതിന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ലിമിറ്റേഷൻ: സെൻസിറ്റിവിറ്റി ടു ദ ചോയ്സ് ഓഫ് എപ്സിലോൺ ആൻഡ് മിനിമം സാമ്പിൾസ്. ഇതാണ് ഫൈൻ ട്യൂണിങ്ങിന് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ്. എപ്സിലോണും മിനിമം സാമ്പിൾസ്, റേഡിയസും മിനിമം സാമ്പിൾസ് എടുക്കും. പെർഫോമൻസ് ഡിക്രീസസ് ഓൺ ഡാറ്റ സെറ്റ്സ് വിത്ത് വേരിയിങ് ഡെൻസിറ്റീസ്. സോ ഡിഫറെൻറ്റ് ഡെൻസിറ്റീസ് ഉള്ള ആ ഒരു ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് കാൽക്കുലേഷൻസ് ബിക്കം ലെസ് എഫക്റ്റീവ് ഇൻ വെരി ഹൈ ഡയമെൻഷണൽ ഡാറ്റ. വീഡിയോ, ഓഡിയോ അങ്ങനത്തെ ഡാറ്റാസിൽ പോകുമ്പോൾ, ഹൈ ഡയമെൻഷണൽ ഡാറ്റാസിൽ പോകുമ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ എക്സ്ട്രാ വരുന്നത് sklearn.cluster എന്നുള്ളതാണ് ഡി ബി സ്കാൻ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ ക്ലസ്റ്റർ എന്നുള്ളത് തന്നെ ആയിരുന്നു. ഡി ബി സ്കാൻ ഇമ്പോർട്ട് ചെയ്യുന്നു. ദെൻ നെയ്ബേഴ്സിന് നിയറസ്റ്റ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ആൻഡ് ഡീകമ്പോസിഷൻ പി സി അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്കെയിൽ ചെയ്തിട്ടായിരിക്കും പി സി അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഡാറ്റ സെറ്റ് റീഡ് ചെയ്യുന്നു. പി ഡി ഡോട്ട് റീഡ് _CSV CC ജനറൽ ആ ഡാറ്റ സെറ്റിൻ്റെ നെയിമാണ്. ദെൻ ഹെഡ് പ്രിൻ്റ് ചെയ്യുകയാണ്. ഈ തന്ന ഡിസ്ക്രിപ്ഷനുള്ള ടോട്ടൽ ഡാറ്റാസ് ഉള്ള 8950 റോസും 18 കോളംസും. ദെൻ കോളംസ് വരുന്നത് നേരത്തെ ആ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരുന്ന കോളംസ്. ദെൻ ഇൻഫോ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിസ്സിങ് വാല്യൂസ് മിനിമം പേയ്മെൻറ്റ്സിലുണ്ട്. ദെൻ ക്രെഡിറ്റ് ലിമിറ്റിൽ ഒരെണ്ണമുണ്ട്. വേറെയുണ്ടോ? ഒബ്ജക്റ്റ് ടൈപ്പ് കസ്റ്റമർ ഐ ഡി മാത്രമാണ് വരുന്നത്. ബാക്കിയൊക്കെ ന്യൂമറിക്കൽ ടൈപ്പാണ്. ഡേറ്റ് ടൈപ്സ് ആൻഡ് ഡിസ്ക്രൈബ് ട്രാൻസ്പോസിൽ പ്രിൻ്റ് ചെയ്യുകയാണ്. ഔട്ട്ലൈൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ബാലൻസ് ബാലൻസ് 75% 2054, മാക്സിമം 1,90,000 19,043. ഡിഫറൻസ് ഉണ്ട്. പർച്ചേസസിൽ 1,110 49,039 ഡിഫറൻസ് ഉണ്ട്. 40,761 22,500. ഇതിൽ മേ ബി റിയൽ ട്രാൻസാക്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്ലെയേഴ്സ് ആയിരിക്കും. അത്രയും 75% മാക്സിമം തമ്മിൽ അത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നോക്കുക, മിനിമം 25% തമ്മിൽ ഒരുപാടുണ്ടാവും. അതൊരുപാട് ഡിഫറൻസ് ഇല്ല, ഉണ്ട്. ഇതെവിടെ 39 മേ ബി ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്ലെയേഴ്സ് ആയിരിക്കും. പർച്ചേസ് ഫ്രീക്വൻസി 1 4 123. ക്യാഷ് അഡ്വാൻസ് ട്രാൻസാക്ഷൻ
ഔട്ട്ലൈൻസ്. ഇതിൽ എല്ലാം ഡിഫറെൻറ്റ് സ്കെയിലാണ് കിടക്കുന്നത്. ആൻഡ് ഔട്ട്ലെയേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഒരുപാടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ബോക്സ് പ്ലോട്ടും കൂടി ചെയ്ത് നോക്കുക. ഓക്കെ, ബോക്സ് പ്ലോട്ട് ചെയ്തിട്ട് ഈ ഡൗട്ട് ഉള്ളതിൽ ബോക്സ് പ്ലോട്ട് ചെയ്തിട്ട് ഔട്ട്ലെയേഴ്സ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണം. പിന്നെ വരുന്നത് സ്കെയിലിംഗ് ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 0-1 ആ റേഞ്ചിലാണ് നടക്കണമെങ്കിൽ അപ്പുറത്തൊക്കെ 40,000, 19,000, 25,000 ആ റേഞ്ചിലാണ്. അതിൻ്റെ ഔട്ട്ലെയേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മിൻ മാക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്കെയിലറോ ഏതെങ്കിലും യൂസ് ചെയ്യാം. ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ റോബോട്ട് സ്കെയിലിംഗ് യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് സ്കെയിലർ യൂസ് ചെയ്യാം. ഇതിലിപ്പോൾ സ്റ്റാൻഡേർഡ് സ്കെയിലറാണ് യൂസ് ചെയ്തായിരുന്നത്. ആദ്യം അതിൻ്റെ മിസ്സിംഗ് വാല്യൂസ് ചെക്ക് ചെയ്യാണ്. df.isNull.sum മിസ്സിംഗ് ഡാറ്റ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ ഫ്രെയിമായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഫീച്ചർ മിസ്സിംഗ് വാല്യൂസിൻ്റെ ഇൻഡെക്സ് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഇതിൽ പ്ലോട്ട് ചെയ്യില്ലേ, ഇപ്പോൾ ഇതിൽ അതിൻ്റെ ഇൻഡെക്സിലാണ് ഈ ഒരു മിസ്സിങ്ങിൻ്റെ ഇത് കാണിക്കുക. അതാണ് അവിടെ കളക്ട് ചെയ്തേക്കണേ. ഫീച്ചേഴ്സ് മിസ്സിംഗ് വാല്യൂസിൻ്റെ ഡോട്ട് ഇൻഡെക്സ്, മിസ്സിംഗ് വാല്യൂസ് ഡോട്ട് വാല്യൂസ്, അതിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത് അതാണ് കളക്ട് ചെയ്യുന്നത്. ആൻഡ് പെർസെൻറ്റേജ് മിസ്സിംഗ് വാല്യൂസ് ഡോട്ട് വാല്യൂസ് ലെങ്ത് ഓഫ് DF, അത് എത്ര പെർസെൻറ്റേജ് ടോട്ടൽ മിസ്സിംഗ് വാല്യൂസിൻ്റെ കൊണ്ട് വരുന്നുണ്ട് എന്നുള്ളത്. ടോട്ടൽ ഡാറ്റ ഫ്രെയിമിൻ്റെ ലെങ്ത്ത് 8,950 ആയിരുന്നു ഒരു റോസ് എന്നുള്ളത്. അതിൽ എത്ര മിസ്സിംഗ് വാല്യൂസ് വരുന്നുണ്ട് അതാണ് അതിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് എടുക്കുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ മിസ്സിംഗ് ഡാറ്റ ഫ്രെയിം ഡോട്ട് സോർട്ട് വാല്യൂസ്, മിസ്സിംഗ് ഡാറ്റ ഫ്രെയിമിൽ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്, അതിനെ വാല്യൂസ് സോർട്ട് ചെയ്യുകയാണ്. മിസ്സിംഗ് വാല്യൂസ് അസെൻഡിങ് ഈക്വൽ ടു ഫാൾസ് എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ ചെക്ക് ചെയ്യുമ്പോൾ ഫീച്ചർ ആ ഒരു ക്രിയേറ്റ് ചെയ്ത വാല്യൂസ്, ഫീച്ചർ മിനിമം പേയ്മെൻറ്റ്സിൽ മിസ്സിംഗ് വാല്യൂസ് 313 പെർസെൻറ്റേജ് 3.49. ഓക്കെ, ക്രെഡിറ്റ് ലിമിറ്റിൽ 1 അതിൻ്റെ പെർസെൻറ്റേജ്, ബാക്കിയുള്ളതിൽ മിസ്സിംഗ് വാല്യൂസും ഇല്ല. സോ റാങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ വിഷ്വലൈസ് മിസ്സിംഗ് വാല്യൂസ്, നമ്മൾ എവിടെയൊക്കെയാണ് ആ ഒരു മിസ്സിംഗ് വാല്യൂസ് വരുന്നതെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുക. മിസ്സിംഗ് വാല്യൂസ് ഹീറ്റ് മാപ്പ്, ഇതറിയില്ലേ? ഹീറ്റ് മാപ്പ് ചെയ്തിട്ടില്ലേ? പാസ് ചെയ്യുന്ന ആകെ DF isNull മാത്രമേ ഉള്ളൂ. പിന്നെ കളർ ബാർ ഫാൾസ് ഒന്ന് സെറ്റ് ചെയ്യുക. ആൻഡ് സി മാപ്പ് വെറിഡസ് തീമും കൂടി സെറ്റ് ചെയ്യാൻ, ടൈറ്റിലും ഇതും വെച്ചിട്ട് ഷോ ചെയ്യുക. ആൻഡ് ഇനി ചെക്ക് ചെയ്യേണ്ടത് അതിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോയെന്നാണ്. സോ ഡ്യൂപ്ലിക്കേറ്റ്സ് ചെക്ക് ചെയ്തപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് റോസ് ഒന്നുമില്ല. ആൻഡ് ഡിസ്ക്രൈബ് ട്രാൻസാക്ഷൻ റൗണ്ട് 2 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തത് ട്രാൻസ്പോസ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. സോ ഇതിങ്ങനെ മാക്സിമം എത്ര നമ്പേഴ്സ് വരുന്നുണ്ടോ അത് ടോട്ടലായിട്ട് വന്നിട്ടുണ്ടാവും. സോ ആ റൗണ്ട് 2 ചെയ്യുമ്പോൾ കുറച്ചുകൂടി ട്രാൻസ്പോസ്, മറ്റേ ട്രാൻസ്പോസ് കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ നേരെ താഴത്തേക്ക് വരും. അത് ഫോർമാറ്റിങ്ങിൻ്റെ ഇതിൽ മാത്രമേ വർക്ക് ചെയ്യണ്ടുള്ളൂ. ഫോർമാറ്റിംഗ് കണ്ടീഷൻസ് നമ്മൾ കൊടുക്കില്ലേ, അതിൽ മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ, മറ്റേൽ വരുന്നുണ്ടായിരുന്നില്ല. ഇല്ല. പിന്നെ എഫ് ഇല്ലേ, എഫ് അങ്ങനെ സെയിം അത് യൂസ് ചെയ്യുന്നുണ്ട്. .2f എന്നൊക്കെ പറഞ്ഞിട്ട് യൂസ് ചെയ്യും. ഇതൊന്നുകൂടി ബെറ്ററായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തു എന്നുള്ളൂ. ഇത് കുറേ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചില നമ്പേഴ്സ് വരില്ലേ, അതൊന്നുകൂടി ഒരു 2 പോയിൻറ്റ്സ് വരെ പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളൂ. ഫൈൻഡിങ്സ് എന്ന് പറയുമ്പോൾ വെരി ഡിഫറെൻറ്റ് ഫീച്ചർ സ്കെയിൽസ്. നേരത്തെ പറഞ്ഞ തന്നെ സം ഫീച്ചേഴ്സ് ആർ ഹൈലി സ്ക്യൂഡ് ആണ്. അതായത് ഇവിടുത്തെ വാല്യൂസ് ചെക്ക് ചെയ്തിട്ടാണ്. ഇതിൽ ഒരു മാക്സിമം വാല്യൂസ് ഒരുപാട് ഇതിലോട്ട് വരുന്നില്ലേ, അതുകൊണ്ടാണ് സ്ക്യൂഡ് ആണെന്ന് പറയുന്നത്. ലാർജ് വേരിയേഷൻ സ്പെൻഡിങ് പാറ്റേൺസ് എവിടെയാണ്?
ഓക്കെ, ഇങ്ങനെ വരുന്നതാണ്. ഇപ്പോൾ 6500 30,000 അങ്ങനെയുള്ള വേരിയേഷൻസ് ഒരുപാട് ഇതിൽ കാണിക്കുന്നുണ്ട്. സോ ദിസ് യൂസ് ദ സ്റ്റാൻഡേർഡ് സ്കെയിലർ ബിഫോർ DB സ്കാൻ. ഔട്ട്ലെയേഴ്സും കൂടി കണക്കിലെടുത്തിട്ടാണ് സ്റ്റാൻഡേർഡ് സ്കെയിലർ എന്നുള്ള ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്ലെയേഴ്സ് ഒന്നുമില്ല, ഒരു റേഞ്ചിൽ അവൈലബിൾ ഓൾറെഡി ഓർഡേർഡ് ആണെന്നുണ്ടെങ്കിൽ മിൻ മാക്സ് യൂസ് ചെയ്യുക. കുറച്ചൊക്കെ ഔട്ട്ലെയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് സ്കെയിലർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ റോബ് സ്കെയിലിങ് യൂസ് ചെയ്യുക. നമ്മളെപ്പോഴും കളക്ട് ചെയ്യുന്ന പോലെ ന്യൂമറിക്കൽ കോളംസ് എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്യാണ്. DF സെലക്ട് D ടൈപ്സ് NP ഡോട്ട് നമ്പർ ഡോട്ട് കോളംസ്. പറ്റില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇൻറ്റ് 64 ഫ്ലോട്ട് 64 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ആ ഒരു ടൈപ്പ് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് NP ഡോട്ട് നമ്പർ ഡോട്ട് കോളംസ്. അങ്ങനെ ഡാറ്റ ഫ്രെയിമിലേക്ക് കളക്ട് ചെയ്യാണ്. അതിന് ഹിസ്റ്റോഗ്രാമായിട്ട് പ്ലോട്ട് ചെയ്യാണ്. സൈസും കൊടുത്തു. ടോട്ടൽ ഡാറ്റ യൂസ് ചെയ്യുന്നില്ല. ബിൻസ് 30 എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്തു. ആൻഡ് ടൈറ്റിൽ ലേഔട്ടും ഷുവർ. സോ ബാലൻസ്ഡ് ഓൾറെഡി അവിടെ സ്ക്യൂഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാത്തിലും ബാലൻസ് ഫ്രീക്വൻസി ഹൈ ആയിട്ട് വെക്കുന്നത് 1 ആണ്. ആൻഡ് പർച്ചേസ് ഇതും ഡിസ്ക്രിപ്ഷനില്ലേ ആദ്യം എന്തൊക്കെയാണെന്നുള്ളത് അതും കൂടി കമ്പയർ ചെയ്ത് നോക്കുക. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്, പർച്ചേസസ്. സോ ഓൾമോസ്റ്റ് എല്ലാ ട്രാൻസാക്ഷനും സ്ക്യൂഡ് ആയിരുന്നു. ഔട്ട്ലെയർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ബോക്സ് പ്ലോട്ട് ചെയ്യാണ് എന്നൊക്കെയുള്ള ഫോർ I, കോളം ഇൻ ന്യൂമറേറ്റ്. ഇന്നലത്തെ ചെയ്ത പോലെയാണ്. ഇപ്പോൾ ന്യൂമറിക്കൽ കോളംസ് ഉണ്ടാവില്ലേ, അതിൽ ന്യൂമറിക്കൽ കോളംസ് കളക്ട് ചെയ്തത് ഇത്ര എണ്ണമാണ്. ബാലൻസ് ഫ്രീക്വൻസി ടു ഈ ഒരു ഇത്രയും വരെ ടെനർ വരെയാണ് ന്യൂമറിക്കൽ കോളംസ് ഉള്ളത്. 1-2 ഒരു ഒബ്ജക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ന്യൂമറിക്കലായിരുന്നു. കസ്റ്റമർ ID അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ അതിൽ ന്യൂമറേറ്റും ഇൻഡെക്സിങ്ങും ഒരു കോളം കൂടി മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂമറേറ്റ് കൊടുക്കുന്നത്. ആൻഡ് അതിൽ സബ്പ്ലോട്ട് 6-3 മനസ്സിലായിരുന്നോ? സബ്പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1,3 എന്നാണെന്നുണ്ടെങ്കിൽ ഇതിനെ 3 തിരിക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ 6-3 എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 അതിനെ 3 എന്നുള്ള ലിമിറ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്യണം. ദെൻ I+1 മനസ്സിലായോ? ഇപ്പോൾ I ആദ്യം 0 വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റാർട്ട് ചെയ്യും. ദെൻ 0+1 1+1 അങ്ങനെ ഓരോ സ്റ്റെപ്പിൽ ഐട്രേഷനിൽ പോകും. ദെൻ ബോക്സ് പ്ലോട്ട് ചെയ്യുക. Y = DF of കോളം. DF of കോളം എന്ന് പറയുമ്പോൾ ഐട്രേഷനിൽ വരുന്ന ഒരു കോളം ഏതാണോ വരുന്നത് അതാണ് എടുക്കേണ്ടത്. ദെൻ കളർ സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യുന്നത്. ദെൻ ടൈറ്റിൽ കോളം, ഇതിൻ്റെ ടൈറ്റിൽ കൊടുക്കാനുള്ളതാണ്. ഐട്രേഷനിൽ ഏത് വരുന്നോ ആ ഒരു ടൈറ്റിൽ കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. ദെൻ ടൈറ്റിൽ ലേഔട്ട് എന്ന് പറഞ്ഞിട്ട് ഷോ ചെയ്യിപ്പിക്കുക. ദെൻ ഷോ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 by 1 നോക്കുക. ബാലൻസിൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസും ഔട്ട്ലെയേഴ്സ് വരാനുള്ള ബാലൻസ് ഫ്രീക്വൻസി 1 പർച്ചേസസ്. പർച്ചേസസിൽ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കുറവാണ്. ബട്ട് ഇതിൻ്റെ ഔട്ട്ലെയേഴ്സ് ഇവിടെ 50,000 എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നില്ലേ. സോ ഔട്ട്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കെയിലിംഗ് യൂസ് ചെയ്യണം. പിന്നെ ഡിസ്ട്രിബ്യൂഷൻസ് സ്ക്യൂഡ് ആണ്, അതുകൊണ്ട് സ്കെയിലിംഗ് യൂസ് ചെയ്യണം. ദെൻ പർച്ചേസസ് ഫ്രീക്വൻസി, ക്യാഷ് അഡ്വാൻസ് ഓൾമോസ്റ്റ് കുറേ എണ്ണത്തിൽ ഔട്ട്ലെയേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ടെനർ എന്നുള്ളതിൽ ടെനർ എന്തായിരുന്നു? മന്ത്ലി ആണോ? കാർഡ് ടെനർ തിങ്ക് അതിൻ്റെ ഒബ്സർവേഷനാണ് കൊടുത്തേക്കണേ. ഹെവി ഔട്ട്ലെയേഴ്സ് ഇൻ ബാലൻസ്
ബാലൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഔട്ട്ലേയേഴ്സ് ഉണ്ട്, ബാലൻസ് ഫ്രീക്വൻസിയിലുണ്ട്, പർച്ചേസസിലുണ്ട്, ആൻഡ് വൺ ഓഫ് പർച്ചേസസ്, ഇൻസ്റ്റാൾമെൻറ്റ്സ്, കാഷ് അഡ്വാൻസ് ഇതൊക്കെ ഉണ്ട്. ഇതിൽ ഔട്ട്ലേയേഴ്സ് ഇല്ല. ഇതിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏകദേശം അടുത്താണ്, അപ്പോൾ ഇല്ല. ഇതിലും കുഴപ്പമില്ല. ക്രെഡിറ്റ് ലിമിറ്റിൽ ചെറുതായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇതിൽ ക്യാഷ് അഡ്വാൻസിലുണ്ട്, ഇതിലുണ്ട്, മിനിമം പേയ്മെൻറ്റ്സിൽ ഇതിലുണ്ട്. പർച്ചേസസ്, പേയ്മെൻറ്റ്സ്, ക്രെഡിറ്റ് ലിമിറ്റ്സ്, ലോങ് ടൈൽഡ് ഡിസ്ട്രിബ്യൂഷൻസ്. ഇതിൽ ഓൾറെഡി നോയ്സ് ഡിറ്റക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, നോയ്സി പോയിൻറ്റ്സ്. സോ അതുകൊണ്ട് അത് അങ്ങനെ റിമൂവ് ചെയ്യണമെന്നില്ല. പക്ഷേ സ്കെയിലിങ് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെയിലിങ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൂ. അതുകൊണ്ട് നോയ്സ് നമ്മളങ്ങനെ ഔട്ട്ലേഴ്സ് പ്രത്യേകം ഹാൻഡിൽ ചെയ്യുന്നില്ല, എക്സ്ട്രാ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത്. എന്താ കോറിലേഷൻ മെട്രിക്സ് പ്ലോട്ട് ചെയ്യുക, സൈസ്, കോറിലേഷൻ, DF ഡോട്ട്, കോളംസ്. കസ്റ്റമർ ID ഡ്രോപ്പ് ചെയ്യാണ്, അത് അൺനെസസറി ആണെന്നുള്ള കൺസെപ്റ്റിൽ ഡ്രോപ്പ് ചെയ്യാണ്. ഹീറ്റ് മാപ്പ് പ്രൊഡിക്റ്റ് ചെയ്യുക, ഹീറ്റ് മാപ്പ് പ്ലോട്ട് ചെയ്യുക, കോറിലേഷൻ, അനോട്ടേഷൻ, നമ്പേഴ്സ് വരാൻ വേണ്ടിയിട്ട് ഫോർമാറ്റ് 2F എന്ന് പറയും. ഈ ഒരു രീതിയിലാണ് ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്. അതിനല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എഫ് സ്ട്രിങ് യൂസ് ചെയ്യുമ്പോൾ കളർ മാപ്പ്, കൂൾ മാപ്പ്, തീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടൈറ്റിലും ഷോ. ഇതിൽ കോറിലേഷൻസ്, ഹൈ കോറിലേഷൻസ് വരുന്നുണ്ട് 63, 68, 92. പർച്ചേസസും പർച്ചേസ് ഫ്രീക്വൻസി ആയിരിക്കും വൺ ഓഫ് പർച്ചേസസ്. ആവശ്യമില്ലാത്തതുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുക. അതിൽ കുറേയൊക്കെ ഈ അനോമലീസ് ആയതുകൊണ്ട് അത് തന്നെ ഡിറ്റക്റ്റ് ചെയ്യും. And strong correlations indicate variables carrying similar information. Examples: purchases transaction, purchasesum payments, then cash advance transactions. ഈ ഡാറ്റ സെറ്റ് ഭയങ്കര ലാർജ് ആയതുകൊണ്ട് അതിന് കുറച്ച് സാമ്പിൾ ഡാറ്റ മാത്രം യൂസ് ചെയ്തിട്ട് പെയർ പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാണ്. കുറേ ഇൻപുട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഫുള്ള് യൂസ് ചെയ്യുന്നില്ല. ഒരു സാമ്പിൾ പോലെ നമ്മൾ കെ ഫോൾഡിനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഒരു ഇതെടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. DF ഡോട്ട് സാമ്പിൾ എന്ന് പറഞ്ഞിട്ട്, ആൻഡ് 300 എത്ര ഡാറ്റ എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ടോട്ടലി റാൻഡം സ്റ്റേറ്റ് 42, ആൻഡ് SNS ഡോട്ട് പെയർ പ്ലോട്ട്. ഇപ്പോൾ 8000 ഡാറ്റാസ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പ്ലോട്ട് ചെയ്യാൻ ഭയങ്കര ക്ലസ്റ്ററായിട്ട് ക്ലംസി ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 8000 ഡാറ്റാസ് പ്ലോട്ട് ചെയ്യുന്നില്ല. ഒരു 300 ഡാറ്റാസ് എല്ലാത്തൊന്നും റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്യുകയാണ്. അങ്ങനെ SNS ഡോട്ട് പെയർ പ്ലോട്ട് സാമ്പിൾ. ഈ ഒരു കോറിലേഷൻ്റെ കൂടുതൽ വരണമെന്ന് പറഞ്ഞില്ലേ, അതിൽ ചെക്ക് ചെയ്യുകയാണ്. ഒരു 3-4 ഫീച്ചർ ഉണ്ടായിരുന്നില്ലേ, പർച്ചേസസ്, ബാലൻസ്, അങ്ങനെ പറഞ്ഞിട്ട് ആ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയതിൽ പ്ലോട്ട് ചെയ്യുകയാണ്. ആ ഒരു 300 ഡാറ്റയാണ് മാക്സിമം പ്ലോട്ട് ചെയ്യുന്നത്. ഡയഗണൽ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നോർമലി വരുന്നത് ഹിസ്റ്റോഗ്രാംസ് ഡീഫോൾട്ടായിട്ട് വരുന്നതായിരിക്കും. ആ ഒരു സ്മൂത്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷനാണ്. അതിൽ ഫോർ I, കോളം ഇൻ എന്യൂമറേറ്റ് ഓഫ് സ്ട്രിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് പാസ് ചെയ്യണം. ബാലൻസ്, പർച്ചേസ്, പേയ്മെൻറ്റ്സ്, ക്രെഡിറ്റ് ലിമിറ്റ്, ക്യാഷ് അഡ്വാൻസ്, മിനിമം പേയ്മെൻറ്റ്സ്. അതിൽ സബ്പ്ലോട്ടായിട്ട് തിരിക്കാം, നേരത്തെ ചെയ്ത പോലെ 3,2 എന്ന് പറഞ്ഞിട്ട്, പിന്നെ I+1 എന്ന് പറഞ്ഞിട്ട്. ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യണം കേട്ടോ. സബ് പ്ലോട്ട്സ് ഓരോന്നും പ്ലോട്ട് ചെയ്യണം, 1 by 1 ആണ് പ്ലോട്ട് ചെയ്യുന്നത് ഫോർ ലൂപ്പിൽ. അപ്പോൾ അതിൽ 3/2 ആദ്യം സ്പ്ലിറ്റ് ചെയ്യുക, 3 കോളത്തിനെ 2 എണ്ണമൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. പിന്നെ അതിന് I+1 ഐട്രേറ്റ് ചെയ്യുക.
അപ്പോൾ 1/1 അതങ്ങനെ പ്ലോട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് കിട്ടുമ്പോൾ ഒറ്റ ഇതിലാണ് കിട്ടുക, പക്ഷെ ഫോർ ലൂപ്പിൽ ഇടുമ്പോൾ 1/1 അങ്ങനെ പോകുന്നു. SNS ഡോട്ട് KD പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് പ്ലോട്ട് ചെയ്യുന്നു. ദെൻ ഒരു സ്മൂത്തനിങ് കർവ് യൂസ് ചെയ്തിട്ട് DF കോളം ഫില്ല് ട്രൂ എന്ന് പറഞ്ഞിട്ട്, ഫില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തെ ഈ ഒരു ഇതില്ലേ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൂ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്നത്. ആ ഒരു സ്മൂത്തനിങ് കർവും ഇതൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഈ ബാലൻസ് പർച്ചേസസ് ഇതിൽ കൊടുത്ത ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സിൽ ടോട്ടലി വർക്ക് ചെയ്യും. ഒരു ടോട്ടലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. നോട്ടീസ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻസ് റീഇൻഫോഴ്സിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫീച്ചർ സ്കെയിലിംഗ്. സോ അതുകൊണ്ട് ഫീച്ചർ സ്കെയിലിംഗ് യൂസ് ചെയ്യണമെന്നാണ്. എല്ലാം ഡിഫറെൻറ്റ് റേഞ്ചിലേക്ക് ആയതുകൊണ്ട് ഫീച്ചർ സ്കെയിലിംഗ്. ദെൻ ഫീച്ചർ സ്ക്യൂനെസ്, അതിലും കസ്റ്റമർ ID ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അത്യാവശ്യമില്ലാത്തതുകൊണ്ട്. ദെൻ സ്ക്യൂനെസ് സോർട്ട് വാല്യൂസ് അസെൻഡിങ് ഈക്വൽ ടു ഫാൾസ്. സോ ഡോട്ട് സ്ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സ്ക്യൂവിൻ്റെ ഫൈൻഡ് ചെയ്യുക. സോ അത് സോർട്ട് ചെയ്യാണ് അസെൻഡിങ് ഈക്വൽ ടു ഫാൾസ്. ഏറ്റവും ഹൈ ആയിട്ടുള്ളത് മേലെ വരും, മിനിമം വേരിയൻസിൽ ഹൈ ആണ്. ആൻഡ് സ്ക്യൂനെസ് ഇല്ലാത്തതും ഉണ്ടാവും, 0 വരുന്നതുണ്ടാവും, നെഗറ്റീവ് വരുന്നതുണ്ടാവും. സ്ക്യൂനെസ് ഗ്രേറ്റർ ദാൻ 1 ഇൻഡിക്കേറ്റ്സ് ഹൈലി സ്ക്യൂഡ് ഫീച്ചേഴ്സ്. സോ 1ൻ്റെ മേലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഹൈലി സ്ക്യൂഡ്. അങ്ങനെ നോക്കും. മിനിമം പേയ്മെൻറ്റ്സ് എന്നൊക്കെ ലാർജ് റേഞ്ചിൽ സ്ക്യൂഡാണ്. ഈ 1ൻ്റെ മേലേക്കുള്ളത് മാത്രമാണ് ഹൈലി സ്ക്യൂഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഹൈലി സ്ക്യൂഡ് വേരിയബിൾസ് മേ ബെനിഫിറ്റ് ഫ്രം ലോഗ് ട്രാൻസ്ഫോർമേഷൻ. സോ ഫോർ ദിസ് നോട്ട്ബുക്ക് വി വിൽ പ്രൊസീഡ് വിത്ത് സ്കെയിലിംഗ് ടു കീപ് ദ വർക്ക് ഫ്ലോ ഫോക്കസ്ഡ് ഓൺ DB സ്കെയിൽ. നമ്മൾ ലോഗ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നില്ല ഇതിൽ, ആ ഒരു വർക്ക് ഫ്ലോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. DB സ്കാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്ലസ്റ്റർ ചെയ്യുക എന്നുള്ളത്. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ഫൈൻഡിങ്സ് ആണ്. ഡാറ്റ സെറ്റ് കണ്ടെയ്ൻസ് 8950 കസ്റ്റമേഴ്സ്. ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ല. ആൻഡ് മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. ആൻഡ് ഫീച്ചർ ആർ വെരി ഡിഫറെൻറ്റ് റേഞ്ചസ്. സ്കെയിലിംഗ് യൂസ് ചെയ്യണം. മെനി വേരിയബിൾസ് കണ്ടെയ്ൻ എക്സ്ട്രീം വാല്യൂസ് ആൻഡ് സെവറൽ ഫീച്ചേഴ്സ് ആർ ഹൈലി കോറിലേറ്റഡ്. കുറച്ച് 98-60 അങ്ങനെ ഉണ്ടല്ലേ കോറിലേഷൻ മാപ്പിൽ. അപ്പോൾ അതുകൊണ്ട് കോറിലേഷൻ ഉണ്ട്. മോസ്റ്റ് ന്യൂമറിക്കൽ വേരിയബിൾസ് ആർ റൈറ്റ് സ്ക്യൂഡ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ വന്നായിരുന്നത്. ദെൻ ഫീച്ചർ സ്കെയിലിംഗ് ഈസ് എസെൻഷ്യൽ ബിഫോർ അപ്ലൈയിങ് DB സ്കെയിൽ. സ്കെയിലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. And DB scan is a distance-based clustering algorithm. So pre-processing is one of the most critical steps. Features with larger numerical ranges can dominate the distance calculations, leading to poor clustering present. ഇത് ആ ഒരു എപ്സിലോണും മിനിമം പോയിൻറ്റ്സും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് 1/1 ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഡിസ്റ്റൻസ് ബേസ്ഡ് ക്ലസ്റ്ററിങ് അൽഗോരിതം ആണ്. ആൻഡ് ഇതിൽ ആ ഒരു സ്കെയിലിംഗ് പ്രോപ്പർലി അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാർജർ ഫീച്ചേഴ്സ് ഡോമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആൻഡ് പ്രോപ്പറായിട്ടുള്ള ക്ലസ്റ്ററിങ് റിസൾട്ട് അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിൻ്റെ മുന്നേ ആ ഒരു സ്കെയിലിംഗ് എല്ലാം ഡിഫറെൻറ്റ് റേഞ്ചിലായതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഒരു ചേഞ്ചസ് വരുത്തുന്നതുകൊണ്ട് ഡാറ്റ ഫ്രെയിമിനൊരു കോപ്പി ക്രിയേറ്റ് ചെയ്യുക. അടുത്തത് നമുക്ക് കസ്റ്റമർ ID ആവശ്യമില്ല. ക്ലസ്റ്ററിങ്ങിന് കസ്റ്റമർ ID ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ, അതുകൊണ്ട് അതിനെ ഡ്രോപ്പ് ചെയ്യാണ്. ഡാറ്റ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കോപ്പിയിൽ നിന്ന് ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് കസ്റ്റമർ ID ആക്സസ് 1 ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ അറിയാലോ. ദെൻ റിമൈനിങ് ഫീച്ചേഴ്സ് ഡാറ്റ ഡോട്ട് ഷേപ്പ് ഓഫ് 1 18 എന്നുള്ളത് 17 ആയി. ദെൻ അടുത്തത് മിസ്സിംഗ് വാല്യൂസ് ഹാൻഡിൽ ചെയ്യാണ്. 313 ഇതിൽ ഒരെണ്ണമായിരുന്നു, ക്രെഡിറ്റ് ലിമിറ്റിൽ ഒരെണ്ണമായിരുന്നു. ഈ മിസ്സിംഗ് വാല്യൂസ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഭയങ്കര ഹൈ ആണെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയുക, ഡ്രോപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യുക. ഇപ്പോൾ 8000 സംതിങ് ഡാറ്റ കമ്പയർ ചെയ്യുമ്പോൾ 313 കുറവാണ്. അപ്പോൾ അത് ഫീച്ചറും കൂടി നോക്കിയിട്ട് ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടലി ഡ്രോപ്പ് ചെയ്യുക.
Since these are numerical variables, we will replace missing values using the median, which is more robust to outliers than the mean. ഇപ്പോൾ മീഡിയൻ എന്നുള്ളതായിരിക്കും കുറച്ചുകൂടി ഔട്ട്ലയേഴ്സ് ഉള്ളതുകൊണ്ട് ബെറ്റർ ആയിട്ട് വരുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സെൻട്രലിൽ വരുന്ന വാല്യൂസ് ആണ്. അതുകൊണ്ട് മിനിമം പേയ്മെൻറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ക്രെഡിറ്റ് ലിമിറ്റ് 1 കൂടി വരുന്നുണ്ട്. സോ ഔട്ട്ലയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ മീഡിയൻ എന്നുള്ള മെത്തഡാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൽ കോളം കളക്ട് ചെയ്യുന്നു, ഡാറ്റ മിനിമം പോയിന്റ്സ്. ഇതുണ്ട്, കുറച്ചുകൂടി ചെയ്യാനുണ്ട്. അവിടെ എത്ര ഉണ്ട്? എന്തൊക്കെ എററൊക്കെ ഉണ്ട്, കറക്റ്റ് ചെയ്യണം.